നമസ്കാരം. ഫെബ്രുവരി 26 റിലീസ് തയ്യാറാവുന്ന കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായി ഇന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ഇതിൽ വെച്ച് കാണുകയുണ്ടായി. നമ്മുടെ മലയാളി മാധ്യമപ്രവർത്തകരെക്കുറിച്ച് വളരെ അപൂർവമായി മാത്രം നമുക്ക് അഭിമാനിക്കാവുന്ന ചില നിമിഷങ്ങളൊന്നായിരുന്നു ഇന്ന് സംഭവിച്ചത്. ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെയും സംവിധായകനെയും മലയാളി ജേർണലിസ്റ്റുകൾ ചോദ്യചരങ്ങൾ കൊണ്ട് വലയ്ക്കുക ചെയ്തു. അവിടെ പങ്കെടുത്ത 36 യുവതികൾ, ഇരകളെന്ന് അവകാശപ്പെടുന്ന 36 യുവതികളിൽ ഒരാൾ പോലും മലയാളി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നിർമ്മാതാവിൻ്റെ പ്രതികരണം, ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, അല്ലെങ്കിൽ കേരളത്തെ മാത്രം സ്പർശിച്ചുകൊണ്ട സിനിമയല്ല, ഇത് ഇന്ത്യ ഒട്ടാകെയുള്ള പ്രശ്നമാണ് എന്നാണ് അതിൻ്റെ നിർമ്മാതാവ് മറുപടി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി 2 എന്നീ സിനിമയ്ക്ക് പേരിട്ടെന്ന് ചോദിച്ചപ്പോൾ നിർമ്മാതാവിനോ സംവിധായകനോ മറുപടി ഉണ്ടായില്ല. മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിന് ഉത്തരം പറയാനാകാതെ അതിൻ്റെ അണിയറ പ്രവർത്തകരാകെ ആ വേദി വിട്ടൊഴിയാണ് ഉണ്ടായത്. അതിനിടെയാണ് കണ്ണൂർ സ്വദേശി കൊടുത്തൊരു പരാതിയിന്മേൽ കേരള സ്റ്റോറി 2 എന്ന സിനിമ നാളെ ഹൈക്കോടതി കണ്ട് വിലയിരുത്താൻ പോകുന്നത്. കേരളത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് എന്നതായിരുന്നു കണ്ണൂർ സ്വദേശിയുടെ പരാതി. നാളെ ഹൈക്കോടതി കണ്ട് അത് അത്തരത്തിൽ തന്നെയാണോ എന്ന് വിലയിരുത്തുകയും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ വിധികൽപ്പിക്കുകയോ ചെയ്യും. നമുക്കറിയാം, ഹാൽ അല്ലെങ്കിൽ എമ്പുരാൻ 2 അതുപോലുള്ള ഒരുപാട് സിനിമകൾ ഒരുപാട് കത്രികകെട്ടുകൾക്ക് ശേഷമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് സംവിധായകർ ഉദ്ദേശിച്ച അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു സിനിമയല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് മാത്രം. എന്നതിൻ്റെ അർത്ഥം ഒരു സംസ്ഥാനത്തെ ആകെ അപമതിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ഇവിടെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയോ ആശയ സ്വാതന്ത്ര്യത്തിൻ്റെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പേരിൽ നമ്മൾ കാണാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടി വരുന്നു എന്ന നിലയ്ക്ക് സംഘപരിവാർ എന്നൊരു സംഘടനയെ വ്രണപ്പെടുത്തുന്ന ചില പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില പേരുകൾ കൊണ്ട് മാത്രം ചില സിനിമകൾക്ക് ഇത്രയും കഥകൾക്ക് വേണ്ടി വരുന്നു എന്നുള്ളത് ആശ്ചര്യകരമാണ്. ഇതിനായാലും കേരള സ്റ്റോറി 2 ടീസർ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അതിൻ്റെ നിർമ്മാതാവിനോട് നിർദ്ദേശം നൽകി ഉത്തരവിട്ടിട്ടുണ്ട്. അത്രയും ആശ്വാസം. എന്നിരുന്നാലും കോടാനുകൂടി ആളുകൾ കണ്ട്, അതായത് യുപിയിലേക്ക് ഒരുപാട് ആളുകളെ കണ്ട് കേരളത്തെ വിലയിരുത്തി ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇന്നിപ്പോൾ ഈ ടീച്ചർ പിൻവലിക്കുന്നുണ്ട് എന്ത് ഗുണമാണെന്നുള്ളത് ദൈവം പറയാം. എന്തിനായാലും അത്രയെങ്കിലും ഉണ്ടായല്ലോ, അത്രയെങ്കിലും സംഭവിച്ചെന്ന് പുറത്ത് നമുക്ക് ആശ്വസിക്കാം.